भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നവരസഭാവങ്ങൾ നന്നായി പഠിക്കുവാൻ നാരായണ ലീലയോർത്താൽ മതി. ശൃംഗാരഭാവത്തെ കണ്ടു പഠിക്കുവാൻ രാധികാകാന്തനെയോർത്താൽ മതി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഭയമെന്ന ഭാവത്തെ അറിയുവാൻ ഭക്തരെ മണ്ണുണ്ടോരുണ്ണിയെ ഓർത്താൽ മതി. വിമർശമെന്നുള്ള ഭാവമറിയുവാൻ നരസിംഹരൂപത്തെ ഓർത്താൽ മതി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അത്ഭുത ഭാവത്തെ അറിയുവാനകതാരിൽ അദ്ധിയുയർത്തിയതോർത്താൽ മതി. ഹാസ്യത്തെ ചിത്തത്തിൽ ചേർത്തു വച്ചിടുവാൻ എണ്ണ കക്കും നേരം ഓർത്താൽ മതി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കരുണതൻ ഭാവത്തെ കരളിൽ നിറയ്ക്കുവാൻ കരിയെ രക്ഷിച്ചതും ഓർത്താൽ മതി. യൗദ്രമെന്തെന്നതു അറിയണമെങ്കിലോ രാവണ നിഗ്രഹമോർത്താൽ മതി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ.
ലീലയോർത്താൽ മതി. അഖില കലകൾക്കും ഗുരുവായ കണ്ണനെ അകതാരിൽ നിത്യവും ഓർത്താൽ മതി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അഖില കലകൾക്കും ഗുരുവായ കണ്ണനെ അകതാരിൽ നിത്യവും ഓർത്താൽ മതി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നവരസനാരായണൻ എന്ന ഭഗവാന്റെ ഒരു കീർത്തനം പാടിയിട്ടാണ് ഇപ്പം നമ്മളിതാ ഇന്നത്തെ ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷര പൂജ ആരംഭിക്കുന്നത്. ഇന്ന് ഈ അക്ഷരോപാസനയുടെ 903 ദിവസമാണ്. ദ്വാദശ സ്കന്ധത്തിൽ 26 ശ്ലോകം. അനിഷ്ടകർമാ ഹാലേയ സ്ഥലകസ്തസ്യതാത്മജ പുരീഷഭീരുസ്തൽപുത്രസ്തോ രാജ സുനന്ദന എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. അടമാനൻ്റെ പുത്രൻ അനിഷ്ടകർമാവ്, അവൻ്റെ പുത്രൻ ഹാലേയൻ, ഹാലേയൻ്റെ പുത്രൻ തലകൻ, അവൻ്റെ പുത്രൻ പുരീഷഭീരു, അവൻ്റെ പുത്രൻ രാജാവാകുന്ന സുനന്ദനൻ എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തി. കലിയുഗത്തിൽ ഭഗവാന്റെ ആ അവതാരത്തെ, കൽക്കിയായിട്ടുള്ള ഭഗവാന്റെ അവതാരത്തെ പറയുന്നതിന് മുമ്പായി കലിയുഗത്തിൽ ഏതൊക്കെ തരത്തിലുള്ള രാജാക്കന്മാരാണ് ഉണ്ടാവുക, എത്ര കാലം അവർ രാജ്യം ഭരിക്കും എന്നുള്ളതൊക്കെ പറയുമ്പോഴാണ് ഇത്തരത്തിൽ പല രാജാക്കന്മാരുടെയും പേരുകളും അവർ രാജ്യത്തെ, ഈ ഭൂമിയെ ഭരിക്കുന്ന കാലവും ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത്. അതിനുശേഷം പറഞ്ഞു സുനന്ദനന്റെ പുത്രൻ ചകോരോ നവമോ യത്ര ശിവസ്വാതിരരിന്ദമ തസ്യാപി ഗോമതീപുത്ര പുരീമാൻ ഭവിത തഥ. സുനന്ദനന്റെ പുത്രൻ ചകോരൻ, അവൻ്റെ പുത്രൻ അനവമൻ, അവൻ്റെ പുത്രനാണ് ശിവസ്വാതി, ശിവസ്വാതിയുടെ പുത്രൻ അരിന്ദമൻ, ആ അരിന്ദമൻ്റെ പുത്രൻ ഗോമതി, ആ ഗോമതിയുടെ പുത്രൻ പുരീമാൻ എന്ന് പറയും. പിന്നെ അതിന് ശേഷോ മേധശിര ശിവസ്കന്ദോ യജ്ഞശ്രീസ്തൽസുതസ്തതാ വിജയസ്തൽസുതോ ഭാവ്യശ്ചന്ദ്രവിജ്ഞ സലോമധി. പുരീമാൻ്റെ പുത്രൻ മേധശിരസ്, ആ മേധശിരസിൻ്റെ പുത്രൻ്റെ പേരെന്താ? ശിവസ്കന്ദൻ. ശിവസ്കന്ദൻ്റെ പുത്രൻ യജ്ഞശ്രീ, യജ്ഞശ്രീയുടെ പുത്രനാണ് വിജയൻ. അതേപോലെ തന്നെ ആ വിജയൻ്റെ പുത്രൻ ചാന്ദ്രവിജ്ഞൻ, ആ ചാന്ദ്രവിജ്ഞൻ്റെ പുത്രൻ സലോമധി. ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു ഏതേ ത്രിംശൻപതയശ്ചത്വാര്യബ്ദശതാനി ച ഷഡ്പഞ്ചാശച്ച പൃഥിവീം ഭോക്ഷ്യന്തി കുരുനന്ദന. ഇവിടെ ഓരോ ആളുകളുടെ പേര് പറയുമ്പോൾ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ ധരിക്കാൻ. കാരണം നേരത്തെ ഈ അധ്യായത്തിൻ്റെ തന്നെ 15-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഇവിടെ ഈ രാജാക്കന്മാർ 10 രാജാക്കന്മാർ ദശനൃപാ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭാഗവതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ 9 പേരുടെ പേരേ കാണുന്നുള്ളൂ. അതേപോലെ ഇവിടെ ഈ ശ്ലോകത്തിൽ 29-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഹേ കുരുനന്ദന കുരുശ്രേഷ്ഠ പരീക്ഷത്തെ, ഈ 30 രാജാക്കന്മാർ ഏതേ ത്രിംശൻ നൃപതയാണ്, അവർ 456 വർഷം ഈ ഭൂമിയെ അനുഭവിക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും എണ്ണി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 25 പേരുടെ പേരുകളെ
ഇതിൽ പറയണുള്ളൂ എന്ന്. സപ്താഭീര ആവഭൃത്യ ദശ ഗർദഭിനോ നൃപ കങ്ക ഷോഡശ ഭൂപാല ഭവിഷ്യന്ത്യതിലോലുപ. പിന്നെയുള്ളവരെ കുറിച്ച് പറയുന്നു. അവഭൃത്യന്മാർ എന്ന പേരോടുകൂടിയ ആഭീരജാതിയിൽപ്പെട്ട 7 പേർ. സപ്താഭീര ആവഭൃത്യ ദശഗർദഭിനോ നൃപ. ഗർദഭികൾ എന്ന് അറിയപ്പെടുന്ന ആളുകൾ 10 പേരാണ്. കങ്കന്മാർ എന്നുള്ളത് 16 പേരാണ്. ഇവരെല്ലാവരും വലിയ അതിലോലുപാഹ, വലിയ വിഷയാസക്തന്മാരായി ജീവിക്കും. തതോഷ്ടോ യവന ഭാവ്യാശ്ചതുർദശ തുരുഷ്കക ഭൂയോ ദശ ഗുരുണ്ടാശ്ച മൗന ഏകാദശൈവതു. പിന്നെയുള്ള 8 രാജാക്കന്മാർ. തതോ അഷ്ടൗ യവന, യവനന്മാര്. ചതുർദശ 14 പേര്. അവരെ പേര് പറയുന്നത് തുലുക്കന്മാർ എന്ന് പറയുന്നു. തുരുഷ്കക എന്ന് പറയുന്നു. പിന്നെ അതേപോലെ തന്നെ 10 പേർ ഗുരുണ്ടന്മാര്, 11 പേർ മൗനന്മാര് എന്ന് അറിയപ്പെടുന്നു. ഏതേ ഭോക്ഷ്യന്തി പൃഥിവീം ദശവർഷശതാനി ച നവാധികാം ച നവതിം മൗന ഏകാദശക്ഷിതിം ഭോക്ഷ്യന്ത്യബ്ദശതാന്യങ്കാത്രീണി തൈ സംസ്ഥിതേ തഥാം. ഇത് ആ കണക്കുകൾ ഇങ്ങനെ പറയുന്നു. മൗനന്മാരൊഴികെയുള്ള ആഭീരാദികളായ ഈ 65 രാജാക്കന്മാർ 1099 വർഷം ഭൂമിയെ അനുഭവിക്കും. ദശവർഷ ശതാനിച്ച നവാധികാം ച നവതീം. അപ്പം എത്രയായി? 1099. ദശവർഷശതം 1000. നവാധികാം ച നവതി, നവതിക്ക് 9 കൂടുതൽ, അപ്പോൾ 99. അവർ ഭൂമിയെ ഭരിക്കും. മൗനന്മാരെന്നറിയപ്പെടുന്നവർ 11 രാജാക്കന്മാരാണ്. അവർ 300 വർഷം ഈ ഭൂമിയെ ഭരിക്കും. മൗനന്മാർ എല്ലാവരും മരിച്ച പിന്നെ മറ്റൊരു സംഘക്കാരാണ് ഈ രാജ്യം ഭരിക്കുക. അവര് കിലികിലായാം നൃപതയോ ഭൂതനന്ദോധവൻഗിരി ശിശുനന്ദിശ്ച തദ്ഭ്രാത യശോവന്തി പ്രവീരക ഇത്യേതേ വൈ വർഷശതം ഭവിഷ്യന്ത്യധികാനി ഷട്ട്. കിലികില എന്നു പേരുള്ള പുരിയിൽ ഭൂതനന്ദൻ, അതേപോലെ വങ്കിരി, ശിശുനന്ദി, അവൻ്റെ സഹോദരനായ യശോവന്തി, പ്രവീരകൻ എന്നീ രാജാക്കന്മാര് 106 വർഷക്കാലം രാജാക്കന്മാരാവും എന്ന് അവിടെ ഏതാ സൂചിപ്പിക്കുന്നു. ഇത്യേതൈ വർഷശതം ഭവിഷ്യന്ത്യധികാനി ഷട്ട്. 100ൻ്റെ കൂടെ 6 കൂടുതൽ, അപ്പം എത്രയായി? 106 വർഷം. തേഷാം ത്രയോദശസുത ഭവിതാരശ്ച ബാഹുളിക പുഷ്പമിത്രോധ രാജന്യോ ദുർമിത്രോസ്യ തഥൈവ ച. ഈ ഭൂതനന്ദാദികൾക്ക് ബാഹ്ലികന്മാർ എന്ന് പറയപ്പെടുന്ന 13 പേര്, ത്രയോദശ സുത, 13 പേര് മക്കൾ. അതിനുശേഷം പുഷ്പമിത്രൻ എന്നു പേരുള്ള മറ്റൊരാള് രാജാവായിട്ട് തീരും. പുഷ്പമിത്രന് ദുർമിത്രൻ എന്നു പേരുള്ള പുത്രനുണ്ടാവും. ഏകകാല ഇമേ ഭൂപ സപ്താന്ധ്ര സപ്തകോസല വിദൂരപതയോ ഭാവ്യ നിഷാധാസ്തത ഏവഹി. ആ സമയത്ത് തന്നെ ആന്ധ്രന്മാർ, കോസലന്മാർ, നിഷധന്മാർ എന്നിങ്ങനെ അതാത് ദേശങ്ങളുടെ ആധിപത്യം വഹിക്കുന്ന ദേശങ്ങളുടെ രാജാക്കന്മാര്, ആ ദേശനാമധേയങ്ങളെ കൊണ്ട് പ്രഖ്യാതരായ രാജാക്കന്മാരുണ്ടാവും. അവര് ഖണ്ഡമണ്ഡലാധിപന്മാരായി തീരും എന്ന് പറയുന്നു. സപ്താന്ധ്ര, സപ്തകോസല എന്നൊക്കെയാണ് അത് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആന്ധ്രന്മാര്, കോസലന്മാര്, പിന്നെ നിഷധാസ്തത ഏവഹി, നിഷധന്മാര്. മാഗധാനാം തു ഭവിത വിശ്വസ്ഫൂർജി പുരഞ്ജയ കരിഷ്യത്യപരോ വർണ്ണാൻ പുളിന്ദ യദുമദ്രകാൻ. മാഗധന്മാരുടെ വംശത്തില് വിശ്വസ്ഫൂർജി, പുരഞ്ജയൻ എന്നു പേരുള്ള 2 ആളുകൾ, 2 രാജാക്കന്മാര്. അവരിൽ പുരഞ്ജയൻ പുളിന്ദന്മാർ, യദുക്കൾ, മദ്രകന്മാർ എന്നു പേരായവരെ ബ്രാഹ്മണാദിവർണ്ണങ്ങളുടെ സ്ഥാനങ്ങളിൽ നിശ്ചയിക്കും.
പിന്നെ അതേപോലെ തന്നെ പറഞ്ഞു, പ്രജാശ്ച ബ്രഹ്മഭൂയിഷ്ഠാം സ്ഥാപയിഷ്യതി ദുർമതി വീര്യവാൻ ക്ഷത്രമുത്സാദ്യ പത്മവത്യാം സവൈപുരി അനുഗംഗാമാപ്രയാഗം ഗുപ്താം ഭോക്ഷ്യതി മേദിനിം. ദുർബുദ്ധിയായ അവൻ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർ എന്ന 3 വർണ്ണങ്ങളിലും ഉൾപ്പെടാതിരിക്കുന്ന പ്രജകളെ അധികരിപ്പിക്കും എന്ന് പറയുന്നു. ഈ രീതിയിൽ പുരഞ്ജയനാണ് അത്തരത്തിൽ ചെയ്യുക. അപ്പോൾ മഹാപരാക്രമിയായ അവൻ പത്മവതി എന്ന പുരിയിൽ രാജാവായി തീർന്നിട്ട് ക്ഷത്രിയന്മാരെ പൂർണ്ണമായും നശിപ്പിക്കും. ഗംഗാദ്വാരം മുതൽ പ്രയാഗം വരെയുള്ള ഭൂമിയെ സ്വാധീനത്തിൽ വെച്ച് സംരക്ഷിക്കുകയും ചെയ്യും എന്നവിടെ സൂചിപ്പിച്ചു. അപ്പോൾ പുരഞ്ജയൻ എന്ന രാജാവിൻ്റെ കേമത്വം പറഞ്ഞു. പുരഞ്ജയനാണ് ക്ഷത്രിയന്മാരെ ഇല്ലാതെയാക്കുക. സൗരാഷ്ട്രാവന്ത്യാഭിരാശ്ച ശൂരാ അർബുദമാളവ വ്രാത്യാ ദ്വിജാ ഭവിഷ്യന്തി ശൂദ്രപ്രായ ജനാധിപ. അതിനുശേഷം സൗരാഷ്ട്രം, അവന്തി, ആഭീരം, ശൂരം, അർബുദം, മാളവം തുടങ്ങിയ രാജ്യങ്ങളിൽ വസിക്കുന്ന ബ്രാഹ്മണർ ഉപനയനം പോലും ചെയ്യാതെ വ്രാത്യന്മാരായിട്ട് ശൂദ്രതുല്യരാവും, ജനങ്ങളെ പരിപാലിക്കുന്നവരായിട്ട് മാറും. ഉപനയനാദി കർമ്മങ്ങൾ ചെയ്ത് ബ്രാഹ്മണൻ്റേതായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കില്ല, മറിച്ച് ശൂദ്രതുല്യരായി മാറും അവരൊക്കെ. സിന്ധോസ്തടം ചന്ദ്രഭാഗം കൗന്ദീം കാശ്മീരമണ്ഡലം ഭോക്ഷ്യന്തി ശൂദ്രാ വ്രാത്യാദ്യ മ്ലേച്ഛാശ്ച അബ്രഹ്മവർച്ചസ. അബ്രഹ്മവർച്ചസ വേദാചാരശൂന്യന്മാർ, ആ ബ്രാഹ്മണ്യം നഷ്ടപ്പെട്ട അവർ, വ്രാത്യാദ്യ ഉപനയനം ഇല്ലാത്തവർ മുതലായ ശൂദ്രന്മാരും മ്ലേച്ഛാച മ്ലേച്ഛന്മാരും ഭോക്ഷ്യന്തി ഈ ലോകത്തെ ഭൂമിയെ ഭരിക്കും. സിന്ധു നദിയുടെ തീരം, ചന്ദ്രഭാഗ നദിയുടെ സമീപ പ്രദേശം, സിന്ധോസ്തടം ചന്ദ്രഭാഗം, കൗന്തി എന്നു പേരുള്ള പുരി, കാശ്മീരം എന്നു പേരുള്ള ഭൂമിഭാഗം, ഇവയെ ഉപനയനാദി സംസ്കാരമില്ലാത്ത സംസ്കാരരഹിതന്മാരായ ശൂദ്രന്മാർക്ക് തുല്യരായവർ, മ്ലേച്ഛന്മാർ തുടങ്ങിയവർ, വേദാചാരവിഹീനന്മാർ, വേദാചാരങ്ങൾ ഒട്ടും തന്നെ അനുവർത്തിക്കാത്ത ഇവർ ഈ ഭാഗങ്ങളെയൊക്കെ അനുഭവിക്കും, അതിനെ ഭരിക്കും. തുല്യകാല ഇമേ രാജൻ മ്ലേച്ഛപ്രായാശ്ച ഭൂഭൃത ഏതേ അധർമാൻ നൃപതപരാ ഫൽഗുദാസ്ത്രീവ്രമന്യവാം. ഇവിടെ പറയുന്നു, അധർമ്മ ആനൃത പരാ, അധർമ്മത്തിലും അനൃതത്തിലും താല്പര്യമുള്ളവർ, ഫൽഗുദ തുച്ഛസാധനങ്ങൾ ദാനം ചെയ്യുന്നവർ, തീവ്രമന്യവ വലിയ ദേഷ്യമുള്ളവർ, ഭൂഭൃത അങ്ങനെയുള്ള രാജാക്കന്മാർ ആണ്. ഒരേ കാലത്തിൽ ഭരിക്കുന്നവർ ഈ രാജാക്കന്മാരെല്ലാവരും, ഇവരൊക്കെ അധർമ്മികളാവും, അസത്യവാദികളാവും, ദാനം ചെയ്യാൻ താല്പര്യമില്ലാത്തവരാവും, അതേപോലെ തന്നെ വലിയ ദേഷ്യക്കാരുമായിരിക്കും. സ്ത്രീ ബാലഗോദ്വിജഘ്നാശ്ച പരദാരധനാദൃത ഉദിതാസ്തമിത പ്രായ അല്പസത്വ അല്പകായുഷ. സ്ത്രീകൾ, കുട്ടികൾ, പശുക്കൾ, ബ്രാഹ്മണർ എന്നിവരെയൊക്കെ ഹിംസിക്കുന്നവർ, ദ്രോഹിക്കുന്നവർ, പരദാരധനാദൃത മറ്റുള്ളവരുടെ ഭാര്യാധനം ഇതേ സ്വീകരിക്കുന്നവർ, ഉദിതാസ്തമിതപ്രായ ക്ഷണത്തിൽ സന്തോഷിക്കുന്നവരും, അതേപോലെ തന്നെ അല്പസത്വ അല്പകായുഷ പെട്ടെന്ന് കോപിക്കുന്നവരും, കുറച്ചു ബലവും കുറച്ച് ആയുസ്സുള്ളവരും ആയിട്ട് തീരും. അസംസ്കൃത ക്രിയാഹീന രജസാ തമസാവൃത പ്രജാസ്തേ ഭക്ഷയിഷ്യന്തി മ്ലേച്ഛ രാജന്യരൂപിണ. ഇവിടെ പറയുകയാണ്, ഗർഭാധാനം തുടങ്ങിയ സംസ്കാരമില്ലാത്തവർ, ഷോഡശ സംസ്കാരങ്ങൾ അനുവർത്തിക്കാത്തവരും
അവരവരുടെ വർണ്ണാശ്രമാദികൾക്ക് ഉചിതമായ വ്യാപാരമില്ലാത്തവരും സ്വധർമ്മം അനുഷ്ഠിക്കാത്തവരും രജോ ഗുണവും തമോ ഗുണവും അധികരിച്ചവരും രജസാ തമസാവൃതാണ് മ്ലേച്ഛതുല്യരുമായിരിക്കുന്ന ഈ രാജാക്കന്മാർ ധനം തുടങ്ങിയ ആ ധനാദ്യ അപഹാരങ്ങൾ കൊണ്ട് പ്രജകളെ ഉപദ്രവിക്കും. തന്നാഥാസ്തേ ജനപദാത്വശീലാചാരവാദിന അന്യോന്യതോ രാജഭിശ്ച ക്ഷയം യാസ്യന്തി പീഡിതാം. അവരുടെ നാട്ടുകാരും അതേപോലെ തന്നെ ശീലാചാര വിചാരങ്ങളോട് കൂടിയവരാവും. അതേപോലെയുള്ള യഥാ രാജ തഥാ പ്രജ. അപ്പം അവർ പരസ്പരം പീഡിപ്പിച്ചു. അന്യോന്യതോ രാജഭിശ്ച ക്ഷയം യാസ്യന്തി പീഡിതാഹ. രാജാക്കന്മാരാൽ പീഡിപ്പിക്കപ്പെട്ടും അവരൊക്കെ തന്നെ നശിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം 12 സ്കന്ധത്തിൽ ആശ്രയ നിരൂപണം എന്നതിൽ ഭാവി സോമവംശ നിരൂപണം എന്നുള്ള ആദ്യത്തെ അധ്യായം അവിടെ നമ്മൾ ഉപസംഹരിക്കുന്നത്. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നാളെ നമ്മൾ കടക്കും. അപ്പോൾ കലികാലത്തിൻ്റെ അഭിവൃദ്ധി കൊണ്ട് ധർമ്മം പൂർണ്ണമായി ഇല്ലാതെയാവുമ്പോൾ ആ കലിയുഗത്തിൻ്റെ അവസാനത്തിൽ കൽക്കിയായിട്ട് ഭഗവാൻ അവതരിക്കും എന്ന് പറയുന്നു. അതോടുകൂടി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അധർമ്മം നശിക്കും, ധർമ്മം ഉറപ്പിക്കപ്പെടും, രണ്ടാമത് കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം ആരംഭിക്കും എന്നുള്ളതൊക്കെ പറയുന്ന രംഗങ്ങളാണ് നമുക്ക് നാളെ 12-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തോടുകൂടി ആരംഭിക്കാനുള്ളത്, അനുസ്മരിക്കാനുള്ളത്. അതിനൊക്കെ ഭഗവാൻ വേണ്ട അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ
मुरारे शरणं मे तव चरणयुगं पवनपुरेशा राधा कृष्णा शरणं मे तव चरणयुगं मीनाय मन्निल पिറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശാ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ.
അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.